ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നേരെ 2 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ ആഗ്ര സ്റ്റേഷനിലോട്ട് വന്നിറങ്ങി. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പാക്കേജുകാരുടെ ബസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആഗ്ര ടു ഡൽഹിയാണ് നമ്മുടെ പാക്കേജ് വരുന്നത്. ആഗ്രയിൽ എത്തിയപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയൊക്കെയാണ് 2 സീറ്റൊക്കെ ഒരുമിച്ച് വലിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ആഗ്ര ഫോർട്ടിൽ പോയി ഇറങ്ങിയപ്പം ഇവിടുത്തെ ആടൊന്നും ശരിയല്ല ഗൈസ്. ആ ബൈക്കിന്റെ സീറ്റൊക്കെ അടിച്ച് കയറി നേരെ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. കാരണം 5:30 നമ്മളവിടെ എത്തിയപ്പം. പിന്നെ നമ്മളവിടെ ക്യൂ ഒക്കെ നിന്നപ്പോഴത്തേക്കാണ് മിക്സ്ഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഗേൾസിന് വേറെ ക്യൂ ഉണ്ട്. ഇതിൽ ഫ്രണ്ടേ പോകുന്ന 2 പേര് ഞങ്ങളുടെ 2 സ്റ്റാഫാണ് ഗൈസ്. എന്നിട്ട് നേരെ ആഗ്ര ഫോർട്ടിന്റെ എൻട്രൻസിലോട്ട് നമ്മൾ കയറാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. കാരണം ട്രൈപോഡ് ഉണ്ടായിരുന്നു കയ്യിൽ, പിന്നെ അതുകൊണ്ട് ക്ലോക്ക് റൂമിൽ വെച്ചത് ഫ്രീ ആയിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. അപ്പം അത് നോക്കി വണ്ടടിച്ച് നിന്നപ്പം ഒരു ചേച്ചിയും ചേട്ടനും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതും കണ്ട് വണ്ടടിക്കേണ്ടി വന്നു. അങ്ങനെ നേരെ ഞാൻ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോസ് ചെയ്യാൻ നിന്നു. ബൈ ആ റൈറ്റിൽ നിൽക്കുന്നതാണ് നമ്മുടെ സാറാണ് കേട്ടോ. എന്നിട്ട് കറങ്ങി വന്നപ്പോഴാണ് ലാസ്റ്റാണ് അവിടെ ക്ലോസിങ് ടൈം ആയപ്പോഴാണ് നമ്മൾ ഈ കിടിലം സ്പോട്ട് കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. പിന്നെ ഒന്നും എടുക്കാൻ പറ്റുമെന്നുള്ള വരെയൊക്കെ പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ആഗ്ര ഫോർട്ട് ക്ലോസിംഗ് ടൈമായി സെക്യൂരിറ്റി നമ്മളെ ഓടിച്ച് പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങി. അപ്പോഴാണ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവനൊരു ചലഞ്ച് കൊടുത്ത് അവരുടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവന് കഴിവില്ല ഗൈസ്. എന്നിട്ട് നേരെ നമ്മൾ ആഗ്ര ഫോർട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പുറത്തോട്ടിറങ്ങി. ഒരു ടിബറ്റൻ മാർക്കറ്റ് കണ്ട് ഇതൊരു വിന്റർ മാർക്കറ്റാണ്. അവിടെ കയറിയപ്പോൾ അവിടെ ഭയങ്കര കത്തി ഗൈസ്. അവിടെ നിന്നൊന്നും ആരും മേടിക്കല് വരുമ്പം. കാരണം നമുക്ക് ഡൽഹി പോകുമ്പോൾ അവിടുത്തെ മാർക്കറ്റിനേക്കാളും ഭയങ്കര വിലക്കുറവായിരിക്കും. എന്നിട്ട് നേരെ നമ്മൾ ബസ് കയറുന്ന അങ്ങോട്ട് പോയി. അതാണ് മനസ്സിലായി ഈ പിള്ളേരൊന്നും സാധുക്കളല്ല, ഇവരൊക്കെ ഭയങ്കര അക്രമികളാണ്. ഇവിടുത്തെ പിള്ളേർ ഭയങ്കര പ്രശ്നമാണ്. വെറുതെ അവർക്കൊന്നും കൊടുക്കുക അങ്ങനൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ ഭയങ്കര ക്യൂട്ടാണ്, പാവങ്ങളാന്നൊക്കെ ഓർത്ത് വലുതൊക്കെ കൊടുക്കും. പിന്നെ ഇവർ പുറകിൽ നിന്ന് മാറത്തില്ല. ഇവർ നമ്മളെ വെറുതെ ഇട്ട് ഓടിക്കും. പിന്നെ നമ്മളെ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കാനൊക്കെ നോക്കും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി. ഇപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇവർ പല വൃത്തികേടുകളും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് ഭയങ്കര സ്പീഡാക്കിയോണ്ട് നിങ്ങൾക്ക് തോന്നാത്തായിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇതിൻ്റെ അകത്തിട്ട് ഓടിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്തിട്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഈ പിള്ളേർ കാരണം അവിടെ ഉണ്ടായി. ഇതുപോലെ നമ്മളവിടെ ചില പല സ്ഥലത്തേക്ക് കുറേ പിള്ളേർ കാണും. എന്നെ കാണാൻ നമുക്ക് 2 പേരെ ഇട്ടുകൊണ്ട് ഓടിക്കുന്ന. എന്നിട്ട് പിന്നെ ആ പിള്ളേരെ ഓടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു പുള്ളി വന്ന് വണ്ടിയിൽ വന്ന് അവരെ ഇട്ടുകൊണ്ട് ഓടിച്ചിട്ട് അവർ പിള്ളേർ പിന്നെ ഇങ്ങനെ ഇട്ട് ഓടിച്ച് അങ്ങനെ പോയി. അവിടെ നേരെ നമ്മൾ ആഗ്രയിലുള്ള നമ്മുടെ സ്റ്റേയിലോട്ട് പോയി. കാരണം അപ്പോൾ തന്നെ സ്റ്റേയിലെത്തിയപ്പോൾ 9:30 ഫുള്ളി ടയേർഡായി. നേരെ നമ്മൾ റൂമിലോട്ട് പോയി ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയി. റൂം അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഓക്കെ ആയിരുന്നു. 4 പേരായിരുന്നു റൂമിൽ. അങ്ങനെയായിരുന്നു നമുക്ക് അവിടുത്തെ സ്റ്റേ. എന്നിട്ട് പതി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 10:30 ആയപ്പോൾ വെറുതെ രാത്രി നടക്കാനൊക്കെ ഇറങ്ങി അവിടുത്തെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ പോയി. ഇത് വെറുതെ പട്ടിഷമാണ് ഗൈസ്, തണുപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഊരിയതാണ്. എന്നിട്ട് പിന്നെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പിന്നെ അടുത്ത വ്ളോഗുമായിട്ട് പിന്നെ വരാം. ബൈ ബൈ.